ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നിവിടെ വളരെ ഈസി ആയിട്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ സാധാരണ വൈറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും അല്പം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 2 മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ പൊടിച്ച് എടുക്കണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അല്പം മസാല കൂടി വേണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കടുക്, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടരുത്, നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് ഉപ്പ് കാണും. സവാള ഇവിടെ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. സവോള ഇപ്പം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലതായിട്ടൊന്നും വഴണ്ടാൽ മാത്രം മതി. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം വെജിറ്റബിൾ ഇടുന്നില്ല. ഇനി നമുക്ക് ഈ സവാള ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചിരുന്ന നമ്മുടെ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ബ്രെഡിന്റെ പൊടി ഇട്ട് കൊടുക്കാം. തീയൊന്ന് നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ എല്ലാം യോജിപ്പിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. സ്റ്റൗ ഓൺ അല്ല കേട്ടോ, ഓഫ് ചെയ്താണ് വെച്ചേക്കുന്നത്, അത് മറക്കരുത്. ഇതിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈസി വെറൈറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആണ്, ടേസ്റ്റിയുമാണ്. അപ്പം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching. Please like, share and subscribe.